प्रकाश पुंज का ये भंडार, हम आत्माएं यही पे रहते, यही हमारा है संसार। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग
द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। ज्योति जगा लो होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। ശിവബാബയാത് ഹെ. അവ്യക്ത ബാപ്ദാദിയുടെ മധുര മഹാവാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച നാം എല്ലാവരും സുപ്രധാനമായിരിക്കുന്ന 4 ശക്തികൾ, ഇതിനെ മഹത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയതായിരുന്നു. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഈ 4 ശക്തികൾ ലൗകികത്തിലായിക്കോട്ടെ അഥവാ അലൗകികത്തിലായിക്കോട്ടെ നമുക്ക് സഫലത കൈവരിക്കാൻ വളരെ ആവശ്യമാണ്. ആ 4 ശക്തികളായിരുന്നു, അതിനെക്കുറിച്ച് നാം കേട്ടതായിരുന്നു. ശരീരത്തിൻ്റെ ശക്തി, മനസ്സിൻ്റെ ശക്തി, ധനത്തിൻ്റെ ശക്തി, അതിനോടൊപ്പം സംബന്ധത്തിൻ്റെ ശക്തി. അപ്പം ഇന്ന് നാം എല്ലാവർക്കും അവ്യക്ത മഹാവാക്യത്തിൽ സ്വപരിവർത്തനത്തിൻ്റെ ആധാരം സത്യഹൃദയത്തിൻ്റെ റിയലൈസേഷൻ അഥവാ അനുഭൂതി അഥവാ തിരിച്ചറിവ്. ഇതിൻ്റെ ഡേറ്റ് ഇതാണ്, റിവൈസ് കോഴ്സ് 2/11/87. ഇന്നത്തെ മഹാവാക്യത്തിൻ്റെ ഡേറ്റാണ് 14/2/2021. അപ്പോൾ ഏതൊരു കാര്യത്തിൽ അലൗകിക ജീവിതത്തിൽ സ്വപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ശിവബാബ ഈ സൃഷ്ടിയിൽ കർമ്മക്ഷേത്രത്തിൽ അവതരിച്ച് വന്നിരിക്കുന്നത്. സ്വപരിവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് വിശ്വത്തിൽ മംഗളകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബാബ ഇന്ന് വളരെ മഹത്വപൂർണമായിരിക്കുന്ന മഹാവാക്യത്തെ ഉച്ചരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വേണ്ടി പ്രധാനമായിരിക്കുന്ന കാര്യം ഇതാണ്: സത്യഹൃദയത്തിൻ്റെ അനുഭൂതി അഥവാ റിയലൈസേഷൻ അഥവാ തിരിച്ചറിവ്. എന്താണ്, നമുക്ക് എത്തരത്തിലാണ് മഹാവാക്യത്തിൻ്റെ മഹത്വം, ഇന്നത്തെ ബാബയുടെ വിശേഷ ഉപദേശങ്ങൾ നമുക്ക് നോക്കാം. स्वपरिवर्तन का आधार है सच्चे दिल की महसूसता. സ്വപരിവർത്തനത്തിൻ്റെ ആധാരമാണ് സത്യഹൃദയത്തിൻ്റെ തിരിച്ചറിവ് അഥവാ റിയലൈസേഷൻ अथवा अनुभूति. आज विश्व परिवर्तक, विश्व मंगलकारी बाप दादा अपने स्नेही सहयोगी विश्व परिवर्तक बच्चों को देख रहे हैं. ഇന്ന് വിശ്വപരിവർത്തകരായ ബാപ്പ് ദാദ വിശ്വമംഗളകാരി, തൻ്റെ സ്നേഹി സഹയോഗി
വിശ്വപരിവർത്തക കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബാപ്ദാദാരാണ്? വിശ്വപരിവർത്തകരാണ്, വിശ്വമംഗളകാരിയാണ്. ബാബ കണ്ടുകൊണ്ടിരുന്നത് തൻ്റെ സ്നേഹി, സഹയോഗി, വിശ്വപരിവർത്തകരായിരിക്കുന്ന കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. हर एक स्वपरिवर्तन द्वारा विश्व परिवर्तन करने की सेवा में लगे. എല്ലാവരും സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ചെയ്യുന്ന സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ നാം എല്ലാവരും സ്വപരിവർത്തനം ചെയ്തുകൊണ്ട് വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ തല്ലീനരായിരിക്കുന്നു. सभी के मन में एक ही उमंग उत्साह है कि इस विश्व को परिवर्तन करना ही है. എല്ലാവരുടെ മനസ്സിൽ ഈ ഉണർവ് ഉത്സാഹമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിശ്വത്തെ എന്തായിരുന്നാലും ശരി പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം, ചേഞ്ച് കൊണ്ടുവരുത്തുക തന്നെ വേണം. എല്ലാവരുടെ മനസ്സിലുണ്ടോ? അവർ നിശ്ചയ भी है कि परिवर्तन होना ही है. ഇത് മാത്രമല്ല, നിശ്ചയം ഉറപ്പായിരിക്കുന്നു, ഇതിൻ്റെ പരിവർത്തനം ഉണ്ടാവുന്നെ വേണം, പരിവർത്തനമാകുന്നതും ഉറപ്പാണ്. അഥവാ ये कहे कि परिवर्तन हुआ ही पड़ा. ഇനിയും നമുക്ക് നിശ്ചയത്തിലൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും പറയാം, ഈ പരിവർത്തനം ഇത് സംഭവ്യമാണ്, പരിവർത്തനമായിരിക്കുന്നത് തന്നെയാണ് നമുക്ക് അനുഭവം ആവന്നെ ചെയ്യും. സിർഫ് നിമിത്ത് ബാപ് ദാദാ കെ സഹയോഗി സഹജയോഗി ബൻ വർത്തമാൻ അവർ ഭവിഷ്യ ശ്രേഷ്ഠ ബനാരെ. പരിവർത്തനം ഇത് ഉറപ്പാണ്, ആവന്നെ ചെയ്യും. ഇത് നിശ്ചയമുണ്ട് നിങ്ങൾക്ക്. കേവലം ബാപ്ദാദിയുടെ സഹയോഗികളായി, സഹജയോഗികളായി വർത്തമാനത്തെയും ഭാവിയെയും ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്നു. आज बाप दादा चारों ओर के निमित्त विश्व परिवर्तक बच्चों को देखते हुए एक विशेष बात देख रहे थे. ഇന്ന് ബാപ്പ് ദാദ 4 വർഷത്തിലുള്ള നിമിത്ത വിശ്വപരിവർത്തക കുട്ടികളെ കണ്ടുകൊണ്ട് ഒരു വിശേഷ കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. ഏതാണത്? ഹൈ സഭി एक ही कार्य के निमित्त, लक्ष्य भी सभी का स्वपरिवर्तन और विश्व परिवर्तन ही है. लेकिन स्वपरिवर्तन अथवा विश्व परिवर्तन में निमित्त होते हुए भी നമ്പർവാർ ക്യോ? ബാപ്ദാദ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. സർവരും ഈ ഒരു കാര്യത്തിൽ നിമിത്തരാണ്, വിശ്വപരിവർത്തനത്തിന് വേണ്ടി. ലക്ഷ്യവും കൂടി സർവരുടേത് സ്വപരിവർത്തനം, അതുപോലെ തന്നെ വിശ്വപരിവർത്തനം തന്നെയാണ്. എങ്കിലും സ്വപരിവർത്തനം വിശ്വപരിവർത്തനത്തിന് നിമിത്തരായിരിക്കുകയാണെങ്കിലും നമ്പർ വൈസ് എന്തുകൊണ്ടാണ് ആയിരിക്കുന്നത് കുട്ടികൾ? മക്കളോട് ബാബ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തുത്തരം പറയാം? कोई बच्चे स्वपरिवर्तन बहुत सहज और शीघ्र कर लेते और कोई अभी अभी परिवर्तन का संकल्प करेंगे, लेकिन स्वयं के संस्कार, माया और प्रकृति द्वारा आने वाली परिस्थितियाँ, ब्राह्मण परिवार द्वारा चुक्त होने वाली हिसाब किताब श्रेष्ठ परिवर्तन के उमंग को कमजोर कर देती. ബാപ്ദാദ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ചില കുട്ടികൾ സ്വപരിവർത്തനം വളരെ സഹജമായി, ശീഘ്രമായി, അതിവേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വേഗത്തിൽ അവർക്ക് പരിവർത്തനം അവരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ചിലർ
പരിവർത്തനത്തിൻ്റെ സങ്കല്പം ചെയ്യുന്നു. അതായത് സ്വയത്തിൻ്റെ സംസ്കാരങ്ങൾ, മായ അഥവാ 5 വികാരങ്ങളും 5 തത്വങ്ങളിലൂടെ വരുന്ന പരിതസ്ഥിതികൾ, കൂടാതെ ബ്രാഹ്മണ പരിവാരത്തിലൂടെ കണക്കുകൾ സമാപ്തമാക്കുന്ന ചില കുട്ടികൾ ബ്രാഹ്മണ പരിവാരത്തിലൂടെ സംഭവിക്കുന്ന കണക്കുകളെ പരിവർത്തനപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ ഉണർവ് ഉത്സാഹത്തെ കുറച്ചു കളയും, ബലഹീനരാക്കും. ഏതാണ്? ഒന്നാമത്തത് സ്വപരിവർത്തനത്തിൻ്റെ കാര്യം ശീഘ്രവും സഹജമായി ചില മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ചില മക്കൾ പരിവർത്തനത്തിൻ്റെ സങ്കല്പം ചെയ്യുന്നു. സ്വയത്തിൻ്റെ സംസ്കാരം, മായയുടെ പിന്നീട് പ്രകൃതിയിലൂടെ സംഭവിക്കുന്ന പരിതസ്ഥിതികൾ, ഇനി ബ്രാഹ്മണ പരിവാരത്തിലൂടെ സംഭവിക്കുന്ന ചില കണക്കുകൾ, ഇത് ശ്രേഷ്ഠ പരിവർത്തനത്തിൻ്റെ ഉണർവ് ഉത്സാഹത്തെ ബലഹീനമാക്കിക്കളയും. മനസ്സിലായില്ലേ? അവർ കൈവച്ച് പരിവർത്തൻ കർണേ കി ഹിമ്മത്ത് മേ കമജോർ. ഇനി ചില കുട്ടികൾ പരിവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ, ധൈര്യത്തിൽ ബലഹീനരായിരിക്കും. ചില മക്കൾ പരിവർത്തനം ചെയ്യുന്ന ധൈര്യത്തിൽ ബലഹീനരായിരിക്കും. 5 വികാരങ്ങളിലൂടെ, മായയിലൂടെ വരുന്ന പരിതസ്ഥിതികളും, അതുപോലെ തന്നെ 5 തത്വങ്ങളിലൂടെ പരിതസ്ഥിതികളും, 5 തത്വങ്ങളിലൂടെ സംഭവിക്കുന്ന പരിതസ്ഥിതികളും, ഇനി ബ്രാഹ്മണ പരിവാരത്തിൽ നമുക്കേതല്ലോ ജന്മങ്ങളിൽ അവരുമായിട്ടുള്ള കണക്കുകളുണ്ടല്ലോ, ഈ കണക്കുകളെ പൂർണ്ണമാക്കുന്ന കാര്യത്തിൽ നോക്കുമ്പോൾ പരിവർത്തനം കൊണ്ടുവർത്തിക്കുന്ന ഉണർവ് ഉത്സാഹമുണ്ടല്ലോ, ഇത് കുറഞ്ഞു പോകൂ അഥവാ ബലഹീനമായി പോകും. ജഹാ ഹിമ്മത്ത് നഹി വഹാ ഉമംഗ് ഉത്സാഹ് നഹി. എവിടെ ധൈര്യമുണ്ടാവുകയില്ല അവിടെ ഉണർവ് ഉത്സാഹം തീരെ ഉണ്ടാവുകയില്ല. ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഉണർവ് ഉത്സാഹം, ധൈര്യം അഥവാ ദൃഢത. അപ്പോൾ ധൈര്യമില്ല എങ്കിൽ ഉണർവ് ഉത്സാഹം തീരെ ഉണ്ടാവുകയില്ല. और स्वपरिवर्तन के बिना विश्व परिवर्तन के कार्य में दिल पसंद सफलता नहीं होती. സ്വപരിവർത്തനം ചെയ്തില്ല എങ്കിൽ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഹൃദയ സന്തോഷിക്കുന്ന തരത്തിലുള്ള അഥവാ ഹൃദയ സ്പർശി സഫലത നേടാൻ സാധ്യമാവുകയില്ല. എന്തുകൊണ്ട്? ധൈര്യം കുറവാണ്. ധൈര്യമില്ലാതെ കൊണ്ട് ഉണർവ് ഉത്സാഹവും ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വപരിവർത്തനം കൂടാതെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ വിചാരിക്കുന്ന തരത്തിൽ ഹൃദയം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഫലത കൈവരിക്കാൻ നേടാൻ സാധ്യമാവുകയില്ല. क्योंकि ये अलौकिक ईश्वरीय सेवा एक ही समय पर 3 प्रकार के सेवा की सिद्धि. കാരണം ഈ അലൗകിക ഈശ്വരീയ സേവനം ഒരു സമയത്ത് 3 പ്രകാരത്തിൻ്റെ സേവനത്തിൻ്റെ സിദ്ധി നൽകുന്നു. वो 3 प्रकार की सेवा साथ साथ कौन सी है? അപ്പോൾ ഈ 3 പ്രകാരത്തിലുള്ള സേവനം ഒരുമിച്ച് നാം അത് ചെയ്യേണ്ടതാണ്. അതേതായിരിക്കുന്നു? പറയൂ, ഏതാണ് ആ 3 പ്രകാരത്തിലുള്ള സേവനം? ബ്രാഹ്മണ പരിവാരത്തിൽ ഞങ്ങൾ ഒപ്പം തന്നെ ചെയ്യേണ്ടത്. ഒന്നാമത്തത് ഏക ഹേ വൃത്തി, ദൂസര ഹേ വൈബ്രേഷൻ, തീസര ഹേ വാണി. ഒന്നാമത്തത് നമ്മുടെ മനോവൃത്തി, സങ്കല്പങ്ങൾ അഥവാ ശ്രേഷ്ഠമായിരിക്കുന്ന വിചാരധാര. രണ്ടാമത്തത് വൈബ്രേഷൻസ് അഥവാ പ്രകമ്പനങ്ങൾ. മൂന്നാമത്തത് വാക്ക്, വചനം. तीनों ही शक्तिशाली निमित्त निर्माण और निस्वार्थ इस आधार से है. അപ്പോൾ 3 തന്നെ
ശക്തിശാലിയായിരിക്കണോ, നിമിത്തം, നിർമ്മാണം, പിന്നീട് നിസ്വാർത്ഥ ഭാവന, ഇതിൻ്റെ ആധാരത്തിലൂടെയാണ്. തബ് ദിൽ പസന്ത് സഫലത ഹോത്തി. അപ്പം ഈ 3 പ്രകാരത്തിൽ ശക്തിശാലിയായി നാം നിമിത്തരു നിർമ്മാണ ഭാവവും നിസ്വാർത്ഥ ഭാവനയിലൂടെ സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൃദയസ്പർശിയായിരിക്കുന്ന സഫലത കൈവരിക്കാൻ സാധിക്കും. ഞങ്ങളുടെ മനസ്സ് ഏത് പ്രകാരത്തിലുള്ള സഫലത ആഗ്രഹിക്കുന്നുവോ ആ സഫലതയെ നേടാൻ കഴിയും. അതുകൊണ്ട് 3 പ്രകാരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഏതെല്ലാം? നമ്മുടെ മനോവൃത്തി, രണ്ടാമത്തത് നമ്മുടെ പ്രകമ്പനങ്ങൾ, മൂന്നാമത്തത് നമ്മുടെ വചനം അഥവാ വാക്ക്. तीनों ही शक्तिशाली, निमित्त, निर्माण और निस्वार्थ, इस आधार से तब दिल पसंद सफलता होती. नहीं तो सेवा होती है, अपने को अथवा दूसरे को थोड़े समय के लिए सेवा की सफलता से खुश तो कर लेते. അപ്പോൾ ഇല്ല എങ്കിൽ സേവനം എന്തായിരുന്നാലും നടന്നുകൊണ്ടേയിരിക്കും. സ്വയത്തെയും മറ്റുള്ളവരെയും കുറച്ച് സമയത്തിലേക്ക് വേണ്ടി സേവനം ചെയ്ത് സേവനത്തിലൂടെ സഫലത പ്രാപ്തമാകുമ്പോൾ അല്പസമയത്തിലേക്ക് വേണ്ടി സ്വയം സന്തോഷമാകൂ, മറ്റുള്ളവരെയും സന്തോഷപ്പെടുത്തും. लेकिन दिल पसंद सफलता जो बाप दादा चाहते हैं वो नहीं होती. പക്ഷേ ഹൃദയസ്പർശിയായിരിക്കുന്ന, ഹൃദയം ഇഷ്ടപ്പെടുന്ന സഫലത, ഏത് സഫലതയാണോ ഭഗവാൻ ബാപ്പ് ദാദ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാവുകയില്ല. ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സഫലത ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? നിമിത്തഭാവം, ശക്തിശാലി നിമിത്തഭാവം, നിർമ്മാണം, അതുപോലെ നിസ്വാർത്ഥ ഭാവത്തിലൂടെ സേവനം ചെയ്യാത്തതിൻ്റെ കാരണം. ബാപ്പ് ദാദാ ഭീ ബച്ചോं की खुशी में खुश हो जाते. കുറച്ച് ഇവർ ചെയ്തില്ലേ, അപ്പോൾ ബാപ്പ് ദാദയും കൂടി കുട്ടികളുടെ ഈ അല്പസന്തോഷത്തിൽ സന്തോഷിക്കും. ബാബയ്ക്ക് ഇഷ്ടമാകും സേവനം നോക്കിയിട്ട്. लेकिन दिलाराम की दिल पर यथाशक्ति रिजल्ट नोट ज़रूर होती रहती. പക്ഷേ ദിലാരാമനായിരിക്കുന്ന ബാബയുടെ ഹൃദയത്തിൽ യഥാശക്തിയായിരിക്കുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നോട്ട് ചെയ്യപ്പെടും. ചില മക്കൾ വിചാരിച്ച തരത്തിൽ സഫലത നേടാൻ സാധിക്കാതെ ആവുമ്പോൾ ബാപ്ദാദ എല്ലാ മക്കളുടെ സാധനയെയും റിസൾട്ടിനെയും നോക്കും. ബാബയ്ക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സഫലത നേടാതെ ഇരിക്കുമ്പോൾ ബാബ ചിന്തിച്ചു പോകും കുട്ടികളുടെ കാര്യത്തിൽ. बाप दादा भी बच्चों की खुशी में खुश हो जाते, लेकिन दिलाराम की दिल पर यथाशक्ति रिजल्ट नोट ज़रूर रहती है. ഷഹബാസ് എന്തിരുന്നാലും മക്കൾ സേവനം ചെയ്തില്ലേ? ശക്തിശാലിയായിരിക്കുന്ന നിമിത്തഭാവം, നിർമ്മാണഭാവം, നിസ്വാർത്ഥ ഭാവത്തിലൂടെ സേവനം ചെയ്തു. മനോവൃത്തിയിലൂടെ, വൈബ്രേഷനിലൂടെ, വചനത്തിലൂടെ. നല്ലത് കുട്ടികളെ, ഷാബാസ് കുട്ടികളെ, ഷാബാസ് കുട്ടികളെ എന്ന് പ്രശംസിക്കുന്നു. क्योंकि बाप की हर बच्चे के ऊपर सदा वरदान की दृष्टि और वृत्ति रहती है कि ये बच्चे आज नहीं तो कल सिद्धि स्वरूप बनने ही. കാരണം ബാബയ്ക്ക് എല്ലാ കുട്ടികളുടെ മീതെ വരദാനി ദൃഷ്ടിയുണ്ട്. എൻ്റെ സർവ മക്കളും ഇന്നില്ല എങ്കിൽ നാളെ ആണെങ്കിലും അവർ സിദ്ധി സ്വരൂപർ ആവുമെന്ന് വേണം. കൊണ്ട് ശുഭഭാവനയാണ് ബാബയ്ക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന ആ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു വിശ്വാസമുണ്ട്. മക്കളുടെ മീതെ ഈ ഒരു ദൃഢതയുണ്ട്. അതുകൊണ്ട് ബാബയുടെ വരദാനി ദൃഷ്ടി വൃത്തി കുട്ടികളുടെ മീതെ ഉണ്ട്. ഇന്നില്ല എങ്കിലും നാളെയെങ്കിലും എൻ്റെ മക്കൾ സിദ്ധി സ്വരൂപരാവുമെന്ന് വേണം. അപ്പോൾ എല്ലാവരും സിദ്ധി സ്വരൂപരാകുമല്ലോ, ആവണം. എന്തുകൊണ്ട്? ഭഗവാന്റെ വരദാനി ദൃഷ്ടി വൃത്തി കുട്ടികളുടെ മീതെയാണ് ഉണ്ടായിരിക്കുന്നത്.
लेकिन वरदाता के साथ साथ शिक्षक भी है, इसलिए आगे के लिए अटेंशन भी दिलाते. വരദാതാവിനോടൊപ്പം ശിക്ഷകനും കൂടിയാണ് ബാബ. അച്ഛനുമാണ് ശിക്ഷകനും കൂടിയാണ്. ഇതിനാൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധയും കൂടി നൽകുന്നു. അറ്റൻഷൻ പ്ലീസ് എന്ന് പറയും, തെറ്റിപ്പോകല്ലേ എന്ന് പറയും. ഇപ്പോൾ മാസ്റ്റർമാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പറയുമല്ലോ, ശിക്ഷകൻ ആയിരിക്കുന്ന ആ ബന്ധത്തിലൂടെ കുട്ടികളെ ഇനിയും നന്നായിട്ട് പഠിക്കണോ, നല്ല റിസൾട്ട് കൊണ്ടുവർത്തിക്കണോ, നല്ല സമർത്ഥരാവണോ എന്നെല്ലാം പറഞ്ഞിട്ട്. आज बाप दादा विश्व परिवर्तन के कार्य की और विश्व परिवर्तक बच्चों के रिजल्ट को देख रहे थे. ഇന്ന് ബാപ്പ് ദാദ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൻ്റെയും വിശ്വപരിവർത്തക കുട്ടികളുടെ റിസൾട്ടിനെയും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളുടെ റിസൾട്ട് എന്താണ്? വിശ്വപരിവർത്തനം ചെയ്യുന്ന കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വൃദ്ധി ഹോ രഹി ഹൈ, ആവാസ് ചാരോ ഓർ ഫൈൽ രഹ. അപ്പോൾ സേവാഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാലു ദിക്കിലും നാലു ഭാഗത്തിലും സേവനത്തിൻ്റെ ശബ്ദം മുഴകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷതാ കാ പർദ ഖുൽനെ കാ ഭി ആരംഭ ഹോ ഗയ. ഇതുവരെയും ചെയ്തിരിക്കുന്ന സേവനത്തിൻ്റെ റിസൾട്ട് 4 വശത്തിലും പ്രത്യക്ഷതയുടെ പർദ കർട്ടൻ തുറക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന സേവനം നല്ലതാണ്, ഈ തരത്തിലുള്ള പ്രാപ്തി ഇവർ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുവരെയും ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ പറഞ്ഞു തരുന്നത്. എല്ലാ രീതിയിൽ 4 ഭാഗത്തിലും വിഷയം കേൾക്കുന്ന ഒരു ശബ്ദം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറു സേവാഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ये सब परिवर्तन हो रहा, फिर भी ड्रामानुसार अभी तक बाप और कुछ निमित्त बनी हुई श्रेष्ठ आत्माओं के शक्तिशाली प्रभाव का परिणाम यह दिखाई दे रहा. എങ്കിലും ഡ്രാമാനുസാരം ഇന്ന് വരെയും ബാബ പിന്നീട് നിമിത്തരായിരിക്കുന്ന ചില ശ്രേഷ്ഠ ആത്മാക്കളുടെ ശക്തിശാലി പ്രഭാവത്താൽ ഈ പരിണാമമാണ് ഇന്ന് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് സേവനം, നല്ല രീതിയിൽ ഇവർ സത്യകാര്യങ്ങൾ യാഥാർത്ഥ്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. വിശ്വപരിവർത്തനം ഉറപ്പാണ്, സംഭവിക്കുന്ന വേണോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട്? ബാപ്പ് ദാദ അതിനോടൊപ്പം തന്നെ നിമിത്തരായിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കളുടെ ശക്തിശാലി പ്രഭാവത്തിൻ്റെ പരിണാമമാണ് ഇത്. अगर मेजॉरिटी इस विधि से सिद्धि को प्राप्त करे तो बहुत जल्दी सर्व ब्राह्मण सिद्धि स्वरूप में प्रत्यक्ष हो जाएंगे. ഒരു പക്ഷേ ഭൂരിപക്ഷം മക്കൾ ഈ വിധിയിലൂടെ സിദ്ധിയെ പ്രാപ്തമാക്കുകയാണെങ്കിൽ വളരെ തീവ്രമായി സർവബ്രാഹ്മണ മക്കളും സിദ്ധി സ്വരൂപരായി പ്രത്യക്ഷമായി പോകൂ. എല്ലാവരും സഫലതാ സ്വരൂപരാകും. बाप दादा देख रहे थे. क्या देख रहे थे? दिल पसंद, लोक पसंद, बाप पसंद सफलता का आधार कौन सी है? स्वपरिवर्तन की अभी कमी है. बाप दादा കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദിൽ പസന്ദ്, ഹൃദയ സ്പർശിയായിരിക്കുന്ന, ലോകം ഇഷ്ടപ്പെടുന്ന, ഹൃദയം ഇഷ്ടപ്പെടുന്ന, ബാപ്പ് ദാദ ഇഷ്ടപ്പെടുന്ന സഫലതയുടെ ആധാരം സ്വപരിവർത്തനമാണ്. പക്ഷേ സ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ കുറവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സ്വപരിവർത്തനക്ക് കമി ക്യോं? അപ്പോൾ എന്നാൽ ഈ സ്വപരിവർത്തനത്തിൻ്റെ കുറവ് എന്തുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? കുട്ടികളിൽ സ്വപരിവർത്തനത്തിൻ്റെ കുറവ്
എന്തുകൊണ്ട് അതോ ബലഹീനത എന്തുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഉസ്കാ മൂലാധാർ ഏക വിശേഷ ശക്തിക്ക് കമി. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് സ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഇന്നുവരെയും കുറവായിരിക്കുന്നത്. ഇതിനെ നോക്കിയപ്പോൾ ബാബയ്ക്ക് കാരണം മനസ്സിലാക്കാൻ സാധിച്ചു. മൂലകാരണം ഇതാണ്, ഒരു ശക്തിയുടെ കുറവ്. അതേത് ശക്തിയായിരിക്കുക? വഹ് വിശേഷ ശക്തി ഹേ മെഹസൂസ്താ കി ശക്തി. ആ വിശേഷമായിരിക്കുന്ന ശക്തി, റിസൾട്ട് കുറച്ചിരിക്കുന്ന ശക്തി, അത് റിസൾട്ട് സഫലത കുറവായിരിക്കുന്നതിൻ്റെ കാരണം ഒരു ശക്തിയുടെ ബലഹീനതയാണ്. ആ ശക്തി ഇതാണ് റിയലൈസേഷൻ പവർ അഥവാ തിരിച്ചറിവിൻ്റെ ശക്തി, അനുഭൂതിയുടെ ശക്തിയുടെ കുറവ്. कोई भी परिवर्तन का सहज आधार महसूसता की शक्ति. ഏതൊരു പരിവർത്തനത്തിൻ്റെ സഹജമായ ആധാരം അനുഭൂതിയുടെ ശക്തി തന്നെയാണ്, അഥവാ തിരിച്ചറിവിൻ്റെ ശക്തി അഥവാ റിയലൈസേഷൻ പവറാണ്. जब तक महसूसता शक्ति नहीं आती तब तक अनुभूति नहीं होती. ബാപ്ദാദ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് റിയലൈസേഷൻ പവർ ഇല്ല എങ്കിൽ അനുഭൂതി ഒരിക്കലും ഉണ്ടാവില്ല. ശരിയല്ലേ? തിരിച്ചറിവ് വളരെ ആവശ്യമാണ്. തിരിച്ചറിവില്ല എങ്കിൽ ഒരിക്കലും അനുഭൂതി ഉണ്ടാവുകയില്ല. और जब तक अनुभूति नहीं तब तक ब्राह्मण जीवन की विशेषता का फाउंडेशन मजबूत नहीं. തിരിച്ചറിവിൻ്റെ ശക്തി ഇല്ലാതെ ഇരിക്കുന്നതോടർത്ഥം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയുടെ ഫൗണ്ടേഷൻ ശക്തിശാലി ആയിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്തുകൊണ്ട് ശക്തിശാലിയാവാത്തത്? മക്കളിൽ തിരിച്ചറിവിൻ്റെ ശക്തി കുറഞ്ഞിരിക്കുന്നു. ആദി സേ അപ്നെ ബ്രാഹ്മണ ജീവൻ കോ സാമനെ ലാവോ. എത്രമാത്രം ഞാൻ തിരിച്ചറിവിൻ്റെ ശക്തിയെ സ്വന്തമാക്കിയിരിക്കുന്നു, റിയലൈസേഷൻ പവർ എന്നിൽ ഉണ്ടായിരിക്കുന്നു. ജ്ഞാനം കേട്ട ആദി സമയം മുതൽ ഇന്നുവരെയും തങ്ങളുടെ ജീവിതത്തെ മുന്നിൽ വെച്ച് ഒന്ന് ചെക്കിങ് നടത്തും, പരിശോധിക്കും. അപ്പോൾ ആദ്യത്തെ പരിവർത്തനം ഏത് കാര്യത്തിലാണ്? ബ്രാഹ്മണ ജീവിതത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷം, അലൗകിക പ്രാപ്തി നേടിയതിന് ശേഷം ഏതെല്ലാം വിഷയങ്ങളാണ് ആധാരമായിരിക്കുന്നത്, ഏതെല്ലാം കാര്യത്തിൽ നാം പരിവർത്തനം കൊണ്ടുവർത്തിക്കേണ്ടത്, ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് പരിവർത്തനം എത്രമാത്രം ചെയ്തിരിക്കുന്നു ഇത് ചെക്കിങ് ചെയ്യും. पहला परिवर्तन मैं आत्मा हूँ, बाप मेरा है. ये परिवर्तन किस आधार से हुआ? ഞാൻ ആത്മാവാകുന്നു, ബാബ എൻ്റേതാണ്. ഈ പരിവർത്തനം ഏത് ആധാരത്തിലൂടെ നടന്നിരിക്കുന്നു? ഏത് ആധാരത്തിലൂടെ? जब महसूस करते हो कि हाँ मैं आत्मा हूँ, यही मेरा बाप. എപ്പോഴാണോ തിരിച്ചറിവിൻ്റെ ശക്തി നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്, ഞാൻ ആത്മാവാകുന്നു, ശരി തന്നെ റിയലൈസ് ചെയ്തു, അവർ എൻ്റെ അച്ഛനാണ്. ഈ ഒരു തിരിച്ചറിവ് ശക്തമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിവർത്തനവും ആ തരത്തിൽ തന്നെ നടന്നിരിക്കും. तो महसूसता अनुभव कराती तभी ही परिवर्तन होता. തിരിച്ചറിവ് നമുക്ക് അനുഭൂതി ചെയ്യിപ്പിക്കുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ പരിവർത്തനം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആത്മാവാകുന്നു, ബാബ എൻ്റെവരാണ്. जब तक महसूस नहीं करते तब तक साधारण गति से चलते. തിരിച്ചറിവിൻ്റെ ശക്തി ഇല്ല എങ്കിൽ
ഈശ്വരീയ ലൈഫിൽ ഞങ്ങൾ വന്നിരുന്നാലും സാധാരണഗതിയിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ശക്തിയോ ആ തരത്തിൽ മുഴുകിയിരിക്കുന്ന അനുഭവങ്ങളോ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ആദ്യത്തെ പരിവർത്തനം ഞാൻ ആത്മാവാകുന്നു, ബാബ എൻ്റെവരാണ്, ഇത് ചെയ്യാത്തതിൻ്റെ കാരണത്താൽ. और जिस घड़ी महसूसता की शक्ति अनुभवी बनाती है तो तीव्र पुरुषार्थी बन जाते. ഏത് സമയം മുതൽ അനുഭൂതിയുടെ ശക്തി അഥവാ തിരിച്ചറിവിൻ്റെ ശക്തി അനുഭവിയാക്കി മാറ്റുന്നുവോ അപ്പോഴാണ് നിങ്ങൾ തീവ്ര പുരുഷാർത്ഥികളായി മുന്നേറുന്നത്. കൊണ്ട് അനുഭൂതി, റിയലൈസേഷൻ പവർ വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾ തീവ്ര പുരുഷാർത്ഥികളായി മുന്നേറാൻ സാധിക്കൂ. ऐसे जो भी परिवर्तन की विशेष बातें हैं, चाहे रचयिता के बारे में चाहे रचना के बारे में, जब तक हर बात को महसूस नहीं करते कि हाँ यही समय, यही योग, मैं भी वही श्रेष्ठ आत्मा, तब तक उमंग उत्साह की चाल नहीं रहती. बाप दादा പറയാണ്, ഈ തരത്തിൽ വിശേഷ പരിവർത്തനത്തിൻ്റെ വിശേഷ കാര്യങ്ങൾ രചയിതാവിൻ്റെ കാര്യത്തിലും രചനയുടെ കാര്യത്തിലും സമയത്തിൻ്റെ വിഷയത്തിലും, അതിൽ സംഗമയുഗി സമയത്തിൻ്റെ കാര്യത്തിലും തിരിച്ചറിവില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനോ ഇപ്പോൾ ഞങ്ങളുടെ പുരുഷാർത്ഥത്തിൽ അഭിവൃദ്ധിയാകാനോ സാധ്യമാവുകയില്ല. അപ്പോൾ അനുഭൂതി നമുക്കുണ്ടായി അഥവാ തിരിച്ചറിവുണ്ടായാൽ ഇത് അതേ സമയമാണ്, സംഗമയുഗി ഡയമണ്ട് ഏജാണ്. അതേ യോഗം 5000 വർഷങ്ങൾക്ക് മുൻപ് ബാബ പഠിപ്പിച്ച് തന്നിരിക്കുന്ന യോഗം ഇത് തന്നെയാണ്. ഞാൻ അതേ ശ്രേഷ്ഠ ആത്മാവാകുന്നു. ഈ ഒരു ഉണർവ് ഉത്സാഹം വന്നില്ല എങ്കിൽ നിങ്ങളുടെ പുരുഷാർത്ഥത്തിലും ആ ഒരു ഉഷാറ് അഥവാ ആ ഒരു ഉന്മേഷം കാണുകയില്ല. അപ്പോൾ സാധാരണഗതിയിലൂടെ ഉണർവ് ഉത്സാഹത്തിലൂടെ നിങ്ങൾ മുന്നേറാൻ സാധ്യമാവുകയില്ല. കൊണ്ട് ഈ തിരിച്ചറിവ് വളരെ 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 ആവശ്യമാണ്. कोई के वायुमंडल के प्रभाव से थोड़े समय के लिए परिवर्तन होगा. അപ്പോൾ ഉണർവ് ഉത്സാഹത്തിലൂടെ ഉന്മേഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. കുറച്ച് സമയം നിങ്ങൾ വിഷയങ്ങളെ കേട്ടു, ആരെന്തോ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് പോയി. അപ്പോൾ അവർ വിളിച്ച് കൊണ്ടുവന്ന് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ പ്രഭാവത്താൽ ചില ചുരുങ്ങിയ സമയത്തിലേക്ക് വേണ്ടി പരിവർത്തനം കാണും. ശാശ്വതമായിരിക്കുന്ന പരിവർത്തനം വർത്തിക്കണമെങ്കിൽ ഏത് ശക്തിയാണ് വേണ്ടത്? ഏത് ശക്തി? തിരിച്ചറിവിൻ്റെ ശക്തി अथवा रियलाइजेशन पावर. महसूसता की शक्ति सदाकाल का सहज परिवर्तन कर लेगी. ഈ തിരിച്ചറിവിൻ്റെ ശക്തി ഏതാണോ ഇത് നിങ്ങളിൽ വരികയാണെങ്കിൽ സഹജമായി സദാകാലത്തേക്ക് വേണ്ടി പരിവർത്തനപ്പെടും. പരിവർത്തനം നിങ്ങളിൽ കാണാൻ കഴിയും. കൊണ്ട് സദാകാലത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി ഏത് ശക്തിയാണ് ഇന്ന് വർത്തമാന സമയത്ത് ആവശ്യമുണ്ടായിരിക്കുന്നത്? വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ മെഹസൂസത്താക്കി ശക്തി, തിരിച്ചറിവ് അഥവാ അനുഭൂതിയുടെ ശക്തി, റിയലൈസേഷൻ പവർ. इसी प्रकार स्वपरिवर्तन में भी जब तक महसूसता की शक्ति नहीं तब तक सदाकाल का श्रेष्ठ परिवर्तन नहीं हो सकता. ഇപ്രകാരം സ്വപരിവർത്തനത്തിൽ തിരിച്ചറിവിൻ്റെ ശക്തി ഇല്ല എങ്കിൽ അഥവാ റിയലൈസേഷൻ പവർ ഇല്ല എങ്കിൽ സദാകാലത്തിൻ്റെ ശ്രേഷ്ഠമായ പരിവർത്തനം ഉണ്ടാവാൻ സാധ്യമല്ല. അല്പസമയത്തിലേക്ക് വേണ്ടി പരിവർത്തനം കാണാൻ പറ്റും, പക്ഷേ അത് ശാശ്വതമായിരിക്കുന്ന പരിവർത്തനമാവുകയില്ല. എന്തുകൊണ്ട്?
തിരിച്ചറിവിൻ്റെ ശക്തിയുടെ കുറവാണ്. इसमें विशेष 2 बातों की महसूसता चाहिए. ഇക്കാര്യത്തിൽ വിശേഷമായി 2 വിഷയങ്ങളുടെ തിരിച്ചറിവ് ആവശ്യമാണ്. एक है अपनी कमजोरी की महसूसता, दूसरा जो परिस्थिति अथवा व्यक्ति निमित्त बनते उनकी इच्छा और उनके मन की भावना व्यक्ति की कमजोरी परवश के स्थिति की महसूसता. 2 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അനുഭവം അഥവാ തിരിച്ചറിവുണ്ടായിരിക്കണോ. ഒന്നാമത്തത് എൻ്റെ കുറവ്, കുറ്റങ്ങൾ, ബലഹീനത എന്താണ്, എന്നെ എനിക്ക് തിരിച്ചറിയാനുള്ള കഴിവ്. ഇതിനെയാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് എൻ്റെ കുറ്റങ്ങൾ അകത്തിലുണ്ടായിരിക്കുന്നത്, ഇതിൻ്റെ കാരണത്താൽ എനിക്ക് ഞാൻ വിചാരിച്ച തരത്തിൽ മുന്നേറാൻ സാധ്യമാവാതെ ഇരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ ഇരിക്കുന്നു, ഉണർവുത്സാഹം ഉന്മേഷം കാണാതെ ഇരിക്കുന്നു. ഇത് ഒന്നാമത്തെ വിഷയം, എൻ്റേതായിരിക്കുന്ന കുറവുകളുടെ തിരിച്ചറിവ്. രണ്ടാമത്തത്, ഏത് പരിതസ്ഥിതി, ഏത് വ്യക്തിയാണോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിമിത്തമാകുന്നത്, അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ ഭാവന, ആ വ്യക്തിയുടെ ബലഹീനത, ആ വ്യക്തി ഏത് കാര്യത്തിൻ്റെ പരവശസ്ഥിതിയിലാണ് കുടുങ്ങിയിരിക്കുന്നത്, ഇതിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും മനസ്സിലാക്കാനുള്ള കഴിവ് ഇതുണ്ടായിരിക്കണം. ഏതാണ് അവരുടെ മനസ്സിൻ്റെ അകത്തിലുള്ള ബലഹീനത, അവർ ഏത് കാര്യത്തിലാണ് പരവശമായിരിക്കുന്നത്, ക്രോധത്തിലാണോ, മോഹത്തിലാണോ, അസൂയയിലാണോ, ഏത് സംസ്കാര ദോഷത്തിലാണ്, ഇതിനെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ്. परिस्थिति के पेपर के कारण को जान स्वयं को पास होने के श्रेष्ठ संकल्प की महसूसता में हो कि मैं श्रेष्ठ हूँ, स्वस्थिति श्रेष्ठ है, परिस्थिति पेपर है. പരിസ്ഥിതിയുടെ പേപ്പറിൻ്റെ കാരണം ആരാണോ സ്വയം ആ പരിതസ്ഥിതിയാകുന്ന പേപ്പറിൽ പാസ്സാകുന്ന ശ്രേഷ്ഠ സ്വരൂപത്തിൻ്റെ അനുഭൂതിയിൽ, തിരിച്ചറിവിലുണ്ടായിരിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠമാകുന്നു, സ്വസ്ഥിതി എൻ്റേത് ശ്രേഷ്ഠമാണ്, പരിതസ്ഥിതി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു എക്സാമാണ്, ഒരു പേപ്പറാണ്, കുഴപ്പമില്ല, പേപ്പർ എഴുതിയാലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, കൊണ്ട് സ്വസ്ഥിതി ശ്രേഷ്ഠമായിരിക്കണോ, അതുപോലെ ഞാൻ ശ്രേഷ്ഠ ആത്മാവായിരിക്കണം. അപ്പോൾ പരിതസ്ഥിതികൾ നമുക്ക് എക്സാമായിട്ടാണ് വന്നിരിക്കുന്നത്, അതിനെ അറ്റൻഡ് ചെയ്യാനോ അതിൽ പാസ്സാകാനോ എളുപ്പമാകും. മനസ്സിലായില്ലേ? ये महसूसता सहज परिवर्तन करा लेगी. അപ്പോൾ പരിതസ്ഥിതികളെ തിരിച്ചറിയാനുള്ള കഴിവ്, ഏതെങ്കിലും വ്യക്തികൾ ബലഹീനരായി ഏതെങ്കിലും സ്വഭാവ സംസ്കാരങ്ങൾക്ക് പരവശരാണെങ്കിൽ, അപ്പോൾ ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്, ശ്രേഷ്ഠസ്ഥിതി, സ്വസ്ഥിതിയുടെ ആധാരത്തിലൂടെ പരിതസ്ഥിതികളെ എക്സാമിനേഷൻ പേപ്പർ എന്നു കരുതി അതിനെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും പാസ്സായി മുന്നോട്ട് പോകാൻ സാധിക്കും. दूसरे की इच्छा अथवा दूसरे के स्व उन्नति की भी महसूसता अपने स्व उन्नति का आधार है. മറ്റുള്ള ആത്മാക്കളുടെ മനസ്സിൽ ഏതാഗ്രഹങ്ങളാണോ ഉണ്ടായിരിക്കുന്നത്, അഥവാ അവരുടെ സ്വ ഉന്നതി ഏത് കാര്യത്തിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അതിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. ഏത് തരത്തിൽ ഡോക്ടർമാർ രോഗികളുടെ അസുഖത്തെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരായിരിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ആത്മാക്കളുടെ മനസ്സിൻ്റെ ബലഹീനതയെയും അവരുടെ മനോ ആഗ്രഹങ്ങളെയും അവരുടെ സ്വ ഉന്നതിയുടെ പ്രതീക്ഷകളെയും മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അപ്പോഴാണ് പരിതസ്ഥിതിയാകുന്ന പരീക്ഷണത്തിൽ ഇവർക്ക് പാസ്സാകാൻ സാധിക്കും. तो स्वपरिवर्तन महसूसता की शक्ति बिना
नहीं हो सकता. അതുകൊണ്ട് ഉറപ്പാക്കേണ്ട കാര്യം ഇതാണ്, സ്വപരിവർത്തനം തിരിച്ചറിവിൻ്റെ ശക്തി ഇല്ല എങ്കിൽ ഒരിക്കലും സ്വപരിവർത്തനം ഉണ്ടാവാൻ സാധ്യമല്ല. റിയലൈസേഷൻ പവർ അഥവാ അനുഭൂതിയുടെ ശക്തി വളരെ വളരെ ആവശ്യമാണ്. അപ്പോഴും മാത്രമേ സ്വപരിവർത്തനം ഉണ്ടാവുള്ളൂ. इसमें भी एक है सच्चे दिल की महसूसता, दूसरी है चतुराई की महसूसता भी है. क्योंकि नॉलेजफुल बहुत बन गए. അപ്പോൾ ഇക്കാര്യത്തിൽ ഒന്നാമത്തതായി സത്യഹൃദയത്തിൻ്റെ തിരിച്ചറിവ്. ഞാൻ ആരാണ്, ഞാൻ ശ്രേഷ്ഠാത്മ, സ്വസ്ഥിതി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എൻ്റെവർ ആരാണ്, ഇതിൻ്റെ തിരിച്ചറിവിൻ്റെ കഴിവ്. ഇനി രണ്ടാമത്തത് സാമർഥ്യത്തിലൂടെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന വിഷയം. കാരണം ഈ സമയത്ത് എല്ലാവരും ആരായിരിക്കുന്നു, ജ്ഞാനത്തെ മനസ്സിലാക്കിയിരിക്കുന്ന നോളേജ് ഫുള്ളാണ്. എല്ലാവർക്കും അറിയാം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഏത് ലെസനാണ് പഠിപ്പിക്കുന്നത്. കൊണ്ട് ഈ കാര്യങ്ങൾ അറിയാം. അപ്പം ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഞങ്ങൾ എന്താണ് മെഹസൂസത്താക്കി ശക്തി അഥവാ അനുഭൂതിയുടെ ശക്തി വന്നു കഴിഞ്ഞാൽ ഇത് കുറവാണ്, അത് പോരാ. ഇനി ഏതാണ് വേണ്ടത്? വാസ്തവത്തിൽ സത്യഹൃദയത്തിൻ്റെ തിരിച്ചറിവാണ്. ഞാൻ ആത്മാവാകുന്നു, ശ്രേഷ്ഠാത്മാവാകുന്നു, എൻ്റെ പരംപിത പരമാത്മാവ് സ്വന്തം അച്ഛനാണ്. ഇത് സത്യഹൃദയത്തിൻ്റെ അനുഭൂതി. तो समय देख अपना काम सिद्ध करने के लिए, अपना नाम अच्छा करने के लिए उस समय महसूस भी कर लेंगे, लेकिन उस महसूसता में शक्ति नहीं होती जो परिवर्तन कर लेवे. ബാപ്പ് ദാദാ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ഇപ്പം ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമർഥ്യത്തിലൂടെ തിരിച്ചറിവുള്ളവർ അവരെന്താണ് ചെയ്യുന്നത്? കാര്യത്തെ സിദ്ധമാക്കാൻ വേണ്ടി, തൻ്റെ പേര് ഉത്തമമാക്കാൻ വേണ്ടി ആ സമയത്ത് ഈ ഒരു അനുഭൂതി ചെയ്യും, അനുഭവമുണ്ടാകും എന്ന് വെച്ചിരുന്നാൽ ആ സമയത്ത് ഇതാണ്, ഈ തരത്തിലാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ അനുഭൂതിയിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചറിവായത് കാരണം പൂർണ്ണതരത്തിൽ പരിവർത്തനം കൊണ്ടുവർത്തിക്കാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് തിരിച്ചറിവിൻ്റെ കുറവായത്. ജ്ഞാനത്തിൻ്റെ ആധാരത്തിലൂടെയാണ് ഇവർക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിവർത്തനവും വിചാരിക്കുന്ന തരത്തിൽ 100% ഉണ്ടാവില്ല. तो दिल की महसूसता दिलाराम की आशीर्वाद प्राप्त कराती. കൊണ്ട് ഹൃദയത്തിൻ്റെ തിരിച്ചറിവ് അഥവാ റിയലൈസേഷൻ ദിലാരാമനായിരിക്കുന്ന ഹൃദയരാമൻ്റെ ആശീർവാദങ്ങളെ പ്രാപ്തമാക്കിക്കുന്നു. और चतुराई वाली महसूसता थोड़े समय के लिए दूसरों को भी खुश कर लेते, अपने को भी खुश कर देती. ഇനി സാമർഥ്യത്തിലൂടെ ഉണ്ടായിരിക്കുന്ന തിരിച്ചറിവ് കുറച്ച് സമയത്തിലേക്ക് വേണ്ടി സ്വയം സന്തോഷിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കും. അപ്പോൾ ഏതാണ് പ്രധാനം? ഏതായിരിക്കുന്നു? ദിലാറാമിൻ്റെ ആശീർവാദങ്ങളെ പ്രാപ്തമാക്കിക്കുന്ന തരത്തിലുള്ള ഹൃദയത്തിൻ്റെ തിരിച്ചറിവാണ്. ഇത് പ്രധാനം. तीसरे प्रकार की महसूसता, മൂന്നാം പ്രകാരത്തിലുള്ള തിരിച്ചറിവിതാണ്. मन मानता है कि ये ठीक नहीं, विवेक आवाज़ देता है कि यथार्थ नहीं, लेकिन बाहर के रूप से अपने को महारथी सिद्ध करने के लिए अपने नाम को किसी भी प्रकार से परिवार के बीच कमज़ोर अथवा कम ना हो करने के कारण विवेक का खून करते रहते. ഇനി മൂന്നാം പ്രകാരത്തിലുള്ള തിരിച്ചറിവ്, മനസ്സ് അംഗീകരിക്കുന്നു ഇത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല,
ഇത് ഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചറിവല്ല. ബുദ്ധിയും കൂടി നിങ്ങൾക്ക് വാർണിംഗ് തരുന്നു, ഇത് യാഥാർത്ഥ്യമല്ല. എങ്കിലും ബാഹ്യരിക രൂപത്തിൽ സ്വയത്തെ ഞാൻ മഹാരഥിയാണ് എന്നു തെളിവ് കാണിക്കാൻ, സ്വയത്തിൻ്റെ പേര് പ്രഖ്യാതമാക്കാൻ. ഇപ്പോൾ ഏതെങ്കിലും പരിവാരത്തിൻ്റെ ഇടയിൽ परिवार के बीच कमजोर कम ना करने के कारण, ഇപ്പോൾ പരിവാരത്തിൻ്റെ അഥവാ ഈശ്വരീയ കുടുംബാംഗങ്ങളുടെ ഇടയിൽ എൻ്റെ ബലഹീനത കുറവുകൾ കുറവാകാതെ ഇരിക്കണോ, കാണാതെ ഇരിക്കണോ എന്ന് സ്വയത്തിൻ്റെ ബുദ്ധിയെ സ്വയം തന്നെ കൊല്ലും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? സമ്പൂർണ്ണ തരത്തിൽ ഹൃദയത്തിൽ നിന്നും ഇവർക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, പരിവാരത്തിൻ്റെ ഇടയിൽ ഞാൻ അതി ഉത്തമനാണ്, സാമർഥ്യമുള്ളവനാണ് എന്നു കാണിക്കാൻ വേണ്ടി ഇവരുടെ വിവേകത്തെ, ഇവരുടെ ഹൃദയം തിന്നുന്ന തരത്തിൽ തന്നെ വിവേകത്തിൻ്റെ ഹാനി ഉണ്ടാക്കും. ये विवेक का खून करना भी पाप. ഇപ്പോൾ സത്യം ശരിക്കും മനസ്സിലാക്കാതെ അനുഭവം അനുഭൂതി ചെയ്യാതെ തൻ്റെ ബുദ്ധിയെ വിവേകത്തെ കൊല്ലുന്നതും കൂടി ഒരു മഹാപാപമാണ്. ജൈസെ ആപഘാത് മഹാപാപ് വൈസെ യഹ് ബി പാപ് കെ ഖാത്തെ മേ ജമാ ഹോത്. ഏതുപോലെ സ്വയത്തിൻ്റെ ഹത്യ മഹാപാപമാണോ അതുപോലെ തന്നെ തൻ്റെ വിവേകത്തിൻ്റെ ഹത്യയെ കൂടി महापापमाई मारूं. ये विवेक का खून करना भी पाप. जैसे आपघात महापाप है वैसे वह भी पाप के खाते में जमा होता. വിവേകത്തിൻ്റെ ഹത്യയും കൂടി പാപത്തിൻ്റെ അക്കൗണ്ടിൽ ശേഖരിക്കപ്പെടും. इसीलिए बाप दादा मुस्कुराते रहते और उनके मन में डायलॉग भी सुनते रहते. ഇതിനാൽ ബാപ്പ് ദാദ കുട്ടികളുടെ ഈ കാര്യം, ഈ ഒരു ബലഹീനതയെ കണ്ടുകൊണ്ട് സാമർഥ്യം കാണിക്കുന്നുണ്ടല്ലോ. യാഥാർത്ഥ്യമല്ല എങ്കിലോ യാഥാർത്ഥ്യമാണ്, ഞാൻ ഉത്തമനാണ്, നല്ല സമർത്ഥനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കളി. ഇത് നോക്കിയപ്പോൾ ബാബയ്ക്ക് ചിരിയാണ്, പുഞ്ചിരിക്കുന്നു. ഇനി അവരുടെ മനസ്സിൻ്റെ ഡയലോഗ് കൂടി കേട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ മനസ്സിൻ്റെ ഉള്ളിൽ മിടുക്ക് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കും. बहुत सुंदर डायलॉग होते. मूल बात ऐसी महसूसता वाले ये समझते कि किसको क्या पता पड़ता, ऐसे ही चलता. അതിസുന്ദരമായിരിക്കുന്ന ഡയലോഗ് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കും. മൂലമായിരിക്കുന്ന വിഷയം എന്താണ്? ഐസി മെഹസൂസത്ത വാലേ യേ സമജ്തേ കിസ്കോ ക്യാ പത്താ പടുത്ത. ഞാൻ എന്ത് ചെയ്തിരുന്നാലോ എന്ത് ചിന്തിച്ചിരുന്നാലോ ആർക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെ പോയിക്കോട്ടെ, ഞാൻ ഉത്തമനാണ്, ശ്രേഷ്ഠനാണ്, എല്ലാ തരത്തിലും സ്വയത്തിൻ്റെ ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവർ സാമർഥ്യം കാണിക്കാൻ വേണ്ടി നിൽക്കുന്നവർ. അതുകൊണ്ട് ബാബ പറയുന്നു ഇങ്ങനെ ഇവരുടെ ജീവിതം നടന്നു പോകുന്നു. ലേക്കിൻ ബാപ്പ് കോ പത്താ ഹർ പത്തേക്കാ ഹെ, ആർക്കെന്തറിയാം എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ബാബയ്ക്ക് കൽപ്പവൃക്ഷത്തിൻ്റെ ബീജരൂപനായ വൃക്ഷപതി ബാബയ്ക്ക് ഓരോ കൽപ്പവൃക്ഷത്തിൻ്റെ ഓരോ ആത്മാരൂപി ഇലകളുടെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ബാബയുടെ സ്വന്തം മക്കളല്ലേ. സിർഫ് മുഖ് സെ സുनने से पता नहीं पड़ता, लेकिन पता होते भी बाप अनजान बन भोलेपन में भोलेनाथ के रूप से बच्चों को चलाते. മുഖത്തിലൂടെ പറഞ്ഞപ്പോൾ കേട്ടിട്ടല്ല, പക്ഷേ ബാബ മനസ്സിലാക്കിയാലും അറിയാതെ ഇരിക്കുന്ന തരത്തിൽ നിഷ്കളങ്കതയുടെ നാഥൻ്റെ രൂപത്തിൽ കുട്ടികളെ അവർ തെറ്റ് ചെയ്തിരുന്നാലും മനസ്സിലാക്കിയാലും മനസ്സിലാക്കാതെ തരത്തിൽ നിഷ്കളങ്കനായി നടത്തിക്കൊണ്ട് പോകുന്നു. മക്കളെങ്ങനെ വിട്ടയക്കുന്നു എന്നാണ് ബാബ പറയുന്നത്. അറിയാം ബാബക്ക് കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്കിലും അറിയാതെ തരത്തിലാണ് ഇരിക്കുന്നത്.
जबकि जानते हैं फिर भोला क्यों बनते? ബാബയ്ക്ക് അറിയാമല്ലോ കുട്ടികളുടെ തെറ്റുകുറ്റങ്ങൾ എന്താണെന്നും. എങ്കിലും എന്തുകൊണ്ടാണ് നിഷ്കളങ്കനാകുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ട്? നാം എല്ലാവരും ആരാണ്? ബാബ ആരാണ്? നാം എല്ലാവരും ബാബയുടെ സന്താനങ്ങൾ. ബാബ ആരായിരിക്കുന്നു? ക്യോങ്കി ബാപ്പ് റഹം ദിൽ ഹെ. ബാബ ദയാഹൃദയാണ്. അവർ പാപ്പ് മേ പാപ്പ് നാ ബഡ്തേ ജായേ യഹ് റഹം കർത്ത. പിന്നീട് രണ്ടാമത്തെ വിഷയം, പാപത്തിൽ പാപം വർദ്ധിക്കാതെ ഇരിക്കട്ടെ. ഈ കാര്യത്തിൽ ദയ കാണിച്ചുകൊണ്ടേയിരിക്കണം, പറയാതെ ഇരിക്കണം. समझा? ऐसे बच्चे चतुर सुजान बाप से भी अथवा निमित्त आत्माओं से भी बहुत चतुर बन सामने आते. അപ്പോൾ മനസ്സിലായില്ലേ? ഈ തരത്തിലുള്ള സാമർഥ്യമുള്ള കുട്ടികൾ ബാബയെക്കാളും നിമിത്തരായിരിക്കുന്ന ആത്മാക്കളെക്കാളും അതിസാമർഥ്യമുള്ളവരായി എല്ലാവരുടെ മുന്നിൽ വരും. ബാബയുടെ മുന്നിൽ വരും, മഹാരഥി നിമിത്ത ആത്മാക്കളുടെ മുന്നിലും വരും. അപ്പം ഞാനാണ് എല്ലാത്തിലും ഒന്നാമൻ, സമർത്ഥനാണ്. എൻ്റെ മനസ്സിൽ നടക്കുന്ന വിഷയങ്ങൾ ആർക്കെന്താ അറിയുക, ആരാ നോക്കാൻ, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അപ്പം ഇങ്ങനെ വരുന്നു. ഇസിലിയെ ബാപ്പ് റഹംദിൽ ഭോലാനാഥ് ബഞ്ചാത്തെ. ഇതിനാൽ ബാബ ദയാഹൃദയും നിഷ്കളങ്കനുമാകും. ബാപ്പ് ദാദാ के पास हर बच्चे के कर्म का, मन के संकल्पों का खाता हर समय का स्पष्ट रहता. ഭഗവാനല്ലേ ബാപ്ദാദയുടെ അരികിൽ എല്ലാ കുട്ടികളുടെ കർമ്മത്തിൻ്റെയും മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ അക്കൗണ്ടിൻ്റെ സ്പഷ്ടത ഓരോ സമയത്തിലും എന്തെല്ലാമാണോ നടക്കുന്നത് ഓരോ സമയത്തിൻ്റെതും ഉണ്ടായിരിക്കും. ഏതാണ്? എല്ലാ കുട്ടികളുടെ കർമ്മത്തിൻ്റെയും മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ അക്കൗണ്ട് എല്ലാ സമയത്തിൻ്റെയും സ്പഷ്ടമായി ഇരിക്കും. ബാബയ്ക്കെല്ലാം അറിയാം, കുട്ടികളുടെ ജാതകം എല്ലാം അറിയാം, നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലെന്തെല്ലാം അതെല്ലാം അറിയാം. ദിലോങ്കോ ജാനേക്ക് ആവശ്യകത നെയ്. ഓരോ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഇവരുടെ മനസ്സിൽ എന്താണ് നടക്കുക ഇത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ലേക്കിൻ ഹർ ബच्चे के दिल की हर धड़कन का चित्र स्पष्ट ही है. പക്ഷേ എല്ലാ കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ഓരോ മിടുക്കിൻ്റെ ചിത്രം സ്പഷ്ടമായി മനസ്സിലാക്കാനുള്ള കഴിവ് ബാബയ്ക്കുണ്ട്. മനക്കെ സങ്കല്പ കാ ചാർട്ട് ബാപ്പ് ദാദാക്ക് സാമനെ. അപ്പോൾ എല്ലാ സമയത്തിലും മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ ചാർട്ടും ബാപ്പ് ദാദയുടെ മുന്നിലുണ്ട്. മനസ്സിൻ്റെ സങ്കല്പങ്ങളെയും വായിക്കുന്ന തോട്ട് റീഡറുമാണ് ബാബ. പക്ഷെ അകത്തിൽ പ്രവേശിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ബത്താ ഭീ സക്തേ, ഐസെ നഹി കി നഹി ബത്താ സക്തേ. വേണമെങ്കിൽ പറഞ്ഞു തരാനും കൂടി സാധിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല, അതുകൊണ്ടാണ് പറയാത്തത്. തിഥി, സ്ഥാൻ, സമയ അവർ ക്യാ ക്യാ കിയാ സബ് ബത്താ സക്തേ. ഏത് തീയതിയിൽ, ഏത് സ്ഥാനത്തിൽ, ഏത് സമയത്തിൽ എന്തെല്ലാമാണോ ചെയ്തിരിക്കുന്നത് അതെല്ലാം പറഞ്ഞു തരാൻ സാധിക്കും. ആർക്കാണ്? ഭോലാനാഥായിരിക്കുന്ന ബാബയ്ക്ക്, ദയാഹൃദയായിരിക്കുന്ന ബാബയ്ക്ക്. ലേക്കിൻ ജാനത്തെ ഹുയേ ഭീ അഞ്ചാൻ രഹത്തെ. പക്ഷേ എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ടും കൂടി അറിയാതെയിരിക്കും, അഞ്ചാനായിരിക്കും. तो आज सारा ചാർട്ട് ദേക്കാം. അതുകൊണ്ട് കുട്ടികൾ സ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത്, ഏത് ശക്തിയുടെ കുറവാണ്, തിരിച്ചറിവില്ലാത്തതിൻ്റെ കുറവ് കൊണ്ടാണ് പരിവർത്തനം നടക്കാത്തത്. ഇനി ഇതെല്ലാം മിസ്റ്റേക്കാണ്, ഇതെല്ലാത്തിനെയും മനസ്സിലാക്കി ചാർട്ട് നോക്കി മനസ്സിലാക്കി. സ്വപരിവർത്തൻ തീവ്രഗതി സെ നാ ഹോനെ കാ കാരൺ മനസ്സിലായില്ലേ? ഇപ്പോൾ സ്വപരിവർത്തനം തീവ്രവേഗത്തിലൂടെ നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കുന്നു?
സച്ചി ദിൽ കെ മെഹസൂസത കി കമി. സത്യഹൃദയത്തിൻ്റെ തിരിച്ചറിവിൻ്റെ കുറവാണ്. റിയലൈസേഷൻ പവർ ഇല്ലാതിരിക്കും. महसूसता की शक्ति बहुत मीठे अनुभव करा सकती. റിയലൈസേഷൻ പവർ അഥവാ തിരിച്ചറിവിൻ്റെ ശക്തി വളരെയധികം മധുരമായ അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഏതോ സമജ്തേ ഹോ നാ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളേവർക്കും ഇത് അറിയാമല്ലോ. कभी अपने को बाप के नूरे रतनात्मा अर्थात नयनों में समाई हुई ശ്രേഷ്ഠ ബിന്ദു മെഹസൂസ് കരു. ചിലപ്പോൾ സ്വയത്തെ ബാബയുടെ കൃഷ്ണമണി, നൂറേ രത്തൻ ആത്മാവാണ് ഞാൻ ബാബയുടെ നയനങ്ങളിൽ സമാവേശമായിരിക്കുന്ന ശ്രേഷ്ഠ ബിന്ദുവാണ് എന്ന് അനുഭവം ചെയ്യും. നയനോ മേ തോ ബിന്ദു ഹി സമാസക്ത. നയനങ്ങളിൽ ബിന്ദു തന്നെയല്ലേ സമാവേശമാകാൻ സാധിക്കുക. ശരീരത്തോ നഹി സമാ സക്കേഗ ന. മുഴുവൻ ശരീരത്തെ നയനങ്ങളിൽ സമാവേശമാക്കാൻ പറ്റുമോ? കൃഷ്ണമണി മാത്രമല്ലേ. ചില ബിന്ദു ആത്മാവ് മാത്രമല്ലേ. കഭി അപ്പനെ കോ മസ്തക് പർ ചമക്കനെ വാലി മസ്തകമണി ചമക്താ ഹുവാ സിതാര മെഹസൂസ് കരു. ചില സമയത്ത് ഞാൻ ബാബയുടെ കൃഷ്ണമണി, നയനങ്ങളിൽ സമാവേശമായിരിക്കുന്ന നൂറേ രത്തൻ എന്ന് അനുഭവം ചെയ്യൂ. ഇനി ചില സമയത്ത് ഞാൻ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മസ്തകമണിയാണ് അഥവാ മസ്തകത്തിൽ തിളങ്ങുന്ന നക്ഷത്രമാണ് അനുഭവം ചെയ്യും. कभी अपने को ब्रह्मा बाबा के सहयोगी राइट हैंड साकार ब्राह्मण रूप में ब्रह्मा की बुझाई अनुभव करो, महसूस करो. ചിലപ്പോൾ സ്വയത്തെ ബ്രഹ്മ ബാബയുടെ സഹയോഗി, റൈറ്റ് ഹാൻഡ് സാകാരി ബ്രാഹ്മണ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ ഹാൻഡ്സാണ് ഞാൻ, ബ്രഹ്മാവിൻ്റെ കൈകളാണ് ഞാൻ, ഈ അനുഭവം ചെയ്യും. കഭി അവ്യക്ത ഫരിഷ്ത സ്വരൂപ് മെഹസൂസ് കരും. ചിലപ്പോൾ അവ്യക്ത ഫരിഷ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യും. ऐसे महसूसता की शक्ति से बहुत अनोखे अलौकिक अनुभव करो. ഇപ്രകാരം റിയലൈസേഷൻ പവറിലൂടെ അഥവാ തിരിച്ചറിവിൻ്റെ ശക്തിയിലൂടെ വളരെ ദിവ്യമായ അലൗകികമായിരിക്കുന്ന അനുഭവങ്ങളെ ചെയ്യും. അനോഖമായിരിക്കുന്ന അലൗകികമായിരിക്കുന്ന അനുഭവങ്ങളെ ചെയ്യും. ഏതെല്ലാം പ്രകാരത്തിൽ? ഒന്നാമത്തത്, ഞാൻ ബാബയുടെ കൃഷ്ണമണി, ഭഗവാന്റെ കണ്ണുകളിൽ സമാവേശമായിരിക്കുന്ന ബിന്ദുവാണ് അഥവാ ഒരു കൃഷ്ണമണിയാണ്. ഇനി ചില സമയത്ത് മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മസ്തകത്തിൽ നക്ഷത്രമാണ്. ഇനി ചില സമയത്ത് ബ്രാഹ്മണ അഥവാ ബ്രഹ്മാവിൻ്റെ റൈറ്റ് ഹാൻഡാണ് ഞാൻ. ഇനി ചില സമയത്ത് അവ്യക്ത ഫരിഷ്ത സ്വരൂപത്തിൽ അനുഭവം ചെയ്യും. ഇതേത് തരത്തിലുള്ള അനുഭവമാണ്? अनोखे और अलौकिक अनुभव. सिर्फ नॉलेज की रीति वर्णन नहीं करो, महसूस करो. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജ്ഞാനം കേട്ട് മറ്റുള്ളവർക്ക് വർണ്ണിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. ബാബ പറയുന്നു, അന്തർ മനസ്സിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ എന്ത് ചെയ്യണോ? തിരിച്ചറിവ് റിയലൈസ് ചെയ്യൂ. इस महसूसता की शक्ति को बढ़ाओ तो दूसरे तरफ की कमजोरी की महसूसता स्वतः ही स्पष्ट होगी. ഈ തിരിച്ചറിവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മറുവശത്തിൽ ബലഹീനതയുടെ അനുഭവം അഥവാ തിരിച്ചറിവ് സ്വതവേ സ്പഷ്ടമായിട്ടുണ്ടാകും.
മനസ്സിലാക്കാൻ കഴിയും എൻ്റെ വീക്ക്നെസ് ഏതാണ്. शक्तिशाली दर्पण के बीच छोटा सा दाग भी स्पष्ट दिखाई देगा और परिवर्तन कर लेंगे. ശക്തിശാലിയായിരിക്കുന്ന ദർപ്പണത്തിൻ്റെ ഇടയിൽ അഥവാ മധ്യത്തിൽ, ഇപ്പോൾ ശക്തിശാലിയായിരിക്കുന്ന കണ്ണാടിയിൽ ചെറുതായിരിക്കുന്ന എന്തെങ്കിലും കര, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ണാടിയിൽ കര വന്നിരിക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെ കരകൾ, വീക്ക്നെസ്സിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അതിനെ മാറ്റിക്കളയാനും സാധിക്കും, പരിവർത്തനപ്പെടുത്താനും സാധിക്കും. तो समझा स्वपरिवर्तन का आधार महसूसता की शक्ति. മനസ്സിലായില്ലേ? സ്വപരിവർത്തനത്തിൻ്റെ ആധാരം തിരിച്ചറിവിൻ്റെ ശക്തി അഥവാ റിയലൈസേഷൻ പവർ. शक्ति को कार्य में लगाओ, सिर्फ गिनती करके खुश ना हो. हाँ, यह भी शक्ति है, यह भी शक्ति है. ശക്തിയെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തും. കൂടാതെ ഇത് ഈ ഒരു ശക്തി, അഷ്ടശക്തികൾ ഇതൊരു ശക്തിയാണ്, ഇതൊരു ശക്തിയാണോ എണ്ണുന്നതിൽ മാത്രം നിങ്ങൾ സമർത്ഥരാകരുത്. ഇനി എന്താണ്? സമയാനുസാരം അതിനെ ഉപയോഗിക്കാനും പഠിക്കണം. स्वाप्रति, സർവപ്രതി, സേവാപ്രതി സദാ ഹർ കാര്യമേ ലഗാവോ. ഇപ്പോൾ ശക്തികളെ സ്വയത്തിൻ്റെ പ്രതിയും സേവനത്തിൻ്റെ പ്രതിയും അതുപോലെ സർവരുടെ പ്രതിയും സദാ കാര്യത്തിൽ ഉപയോഗിക്കൂ. समझा? कई बच्चे कहते कि बाप यही काम करते रहते हैं क्या, लेकिन बाबा क्या करे, साथ तो ले ही जाना. ചില മക്കൾ ബാബയുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ ഇതാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മനസ്സിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? ആ കുട്ടികളുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ഏതാണ്? ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്? ഇതേ ആണോ കണ്ടുകൊണ്ടിരിക്കുക? അപ്പോൾ ബാബ മക്കളോട് പറയാണ് ഈ ചോദ്യത്തിന് വേണ്ടി, ശരിയാ, ബാബിനെ എന്ത് ചെയ്യുക? നിങ്ങൾ കൂടെ കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് നിങ്ങളെ തനിക്ക് സമാനമാക്കി മാറ്റണമല്ലോ. കുറ്റങ്ങളില്ലായെങ്കിലല്ലേ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നല്ല ശിക്ഷണം നൽകുന്നു. ജബ് സാത്ത് ലേ ജാനാ ഹേ തോ സാത്തി ബി ഐസേ ഹി ഹോനി ചാഹിയേ നാ. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂട്ടുകാരായിരിക്കുന്ന മക്കളും കൂടി തനിക്ക് സമാനമായിരിക്കണ്ടേ? ബാബയുടെ സമാന സമ്പന്നരാവണ്ടേ? इसलिए देखते रहते और समाचार सुनाते रहते कि साथी സമാൻ ബൻ ജായേ. അതുകൊണ്ട് ബാപ്പ് ദാദ മക്കളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ട് ഏതാണ് ചാർട്ട് ചെക്ക് ചെയ്തപ്പോൾ കാണുന്ന കുറവുകൾ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം കൂടെ പോകുന്ന സാത്തിയർ സമാനരാവണ്ടേ, സമാനരായിക്കോട്ടെ എന്നാണ് നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കണ്ടുപിടിച്ച് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്തുകൊണ്ട്? സാത്തി സമാന ബഞ്ചായ, എൻ്റെ കൂടെ പോകുന്ന എൻ്റെ മക്കൾ സമാനരായിക്കോട്ടെ എന്നു. पीछे पीछे आने वालों की तो बात ही नहीं, वो तो ढेर के ढेर होंगे. പിന്നിൽ വരുന്ന ആത്മാക്കളുടെ കാര്യമില്ല ഇവിടെ. പിന്നിൽ വരുന്നവർ ധാരാളം പേരുണ്ടാകും. കൂടെ വരുന്നവർ സാത്ത് ജാനേവാലെ അവർ ബാബയ്ക്ക് സമാനമുണ്ടായിരിക്കണമല്ലോ. വിവാഹ പാർട്ടിയാണ്. സാത്തി തോ സമാൻ ചാഹിയേന. കൂടെ ഇരിക്കുന്ന കൂട്ടുകാർ ബാബയ്ക്ക് സമാനമായിരിക്കണ്ടേ? ആപ്പ് സാത്തി അഥവാ ബറാത്തി, നിങ്ങളെല്ലാവരും ഭഗവാന്റെ കൂട്ടുകാരാണോ? ഭഗവാന്റെ കൂടെ ശിവബാബയുടെ കൂടെ പോകുന്നവരാണോ? അഥവാ വിവാഹ പാർട്ടിയിൽ പോകുന്നവരാണോ? വിവാഹ പാർട്ടിയിൽ ധാരാളം പേരുണ്ടാവുമല്ലോ, അങ്ങനെയാണോ? बारात तो बहुत बड़ी होंगी ना, इसीलिए शिव की बारात मशहूर है. പാർട്ടി എന്ന് പറയുമ്പോൾ വിവാഹ പാർട്ടി വലുതല്ലേ?
അപ്പോൾ ഇവിടെ ശിവൻ്റെ വിവാഹ പാർട്ടി വളരെ സുപ്രസിദ്ധമാണ്. बारात तो वैरायटी होंगी ना, लेकिन साथी तो ऐसे चाहिए. വിവാഹ പാർട്ടിയിലുള്ളവർ വെറൈറ്റി ആയിരിക്കും, അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം. പക്ഷേ ബാബ പറയുന്നു, കൂടെ പോകുന്ന കൂട്ടുകാർ ബാബയ്ക്ക് സമാനമായിരിക്കണ്ടേ. ഇനി ബാബ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്, ബാബയുടെ മുന്നിൽ ഈസ്റ്റേൺ സോൺ ഉണ്ടായിരുന്നു. ये ईस्टर्न जोन है. ഈസ്റ്റേൺ സോൺ ക്യാ കർ രഹാ? ഈസ്റ്റേൺ സോൺ ബാബയുടെ മുന്നിലാണ് മധുബനിൽ അന്നത്തെ ആ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ സോണ്? പ്രത്യക്ഷതാ കാ സൂര്യ കഹാ സെ ഉദയ് കരേംഗെ? പ്രത്യക്ഷതയുടെ സൂര്യൻ എവിടെ നിന്നാണ് ഉദിക്കുന്നത്? ബാപ്പ് മേ പ്രത്യക്ഷത ഹുയി, യേ ബാത് തോ അബ് പുരാനി ഹോ ഗയി. ബാബയിൽ പ്രത്യക്ഷതയുണ്ടാകും, ഈ സംഗതി പഴയതായിരിക്കുന്നു, പുരാതനമായി. ലേക്കിൻ അബ് ക്യാ കരേംഗെ? ഇപ്പോഴും സംഭവിക്കേണ്ട കാര്യം എന്താ? അത് പറയൂ. പുരാനി ഗദ്ദി ഹേ, യേ തോ നശ അച്ഛാ, ലേക്കിൻ അബ് ക്യാ കരേംഗെ? ബാബയുടെ പ്രത്യക്ഷത ഈസ്റ്റേൺ സോണിലൂടെയാണ്. പഴയ സിംഹാസനം, ഈ ലഹരി ഉണ്ടായിരിക്കുന്നത് ഉത്തമം തന്നെയാണ്. പക്ഷെ ഇപ്പോഴെന്താ ചെയ്യേണ്ടത്? അഭി കോയി നവീനത കാ സൂര്യ ഉദയ് കരോ. ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നവീനതയുടെ സൂര്യനെ ഉദയമാക്കും, ഉദിപ്പിക്കും. സബ്കെ മുഖ സെ നിക്കലെ ഈ ഈസ്റ്റേൺ സോൺ സെ നവീനത കാ സൂര്യ പ്രകട്ട് ഹുവാ. അപ്പോൾ എല്ലാവരുടെ മുഖത്തിലൂടെ ഈ ശബ്ദം പുറത്തേക്ക് വരണോ? ഈസ്റ്റേൺ സോണിലൂടെയാണ് നവീനതയുടെ സൂര്യൻ പ്രകടമായിരിക്കുന്നത്. जो कार्य अभी तक किसी ने ना किया वो अब करके दिखाओ. ഇതുവരെ യാതൊരു സോനും ചെയ്ത് കാണിക്കാതെ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ ചെയ്ത് കാണിക്കും. फंक्शन सेमिनार किए, आईपी की सेवा की, अखबारों में ढाला, ये तो सभी करते, लेकिन नवीनता की कुछ झलक दिखाओ. അപ്പോൾ ഇതുവരെ എല്ലാവരും ചെയ്തിരിക്കുന്ന സേവാ ന്യൂസ് ഇതാണ്. വലിയ വലിയ ഫങ്ഷനെല്ലാം ചെയ്തു, സെമിനാറെല്ലാം നടത്തി, VIPസിൻ്റെ വിശേഷ സേവനം ചെയ്തു, ന്യൂസ് പേപ്പറിൽ സേവനം അനുഷ്ഠിച്ചതിൻ്റെ എല്ലാ ന്യൂസുകളെല്ലാം വന്നു, 4 ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ ഈസ്റ്റേൺ സോണിലുള്ളവർ നവീനതയുടെ കുറച്ച് ശോഭയുടെ കാര്യങ്ങളെ ചെയ്ത് കാണിക്കും. ബാപ്പ് കാ ഘർ സോ അപ്നാ ഘർ, ആരാം സെ സബ് പहुँच ഗए. ബാബയുടെ വീട് സ്വന്തം വീടാണ്. ഇപ്പോഴെല്ലാവരും വളരെ വിശ്രമത്തിലൂടെ ബാബയുടെ സ്ഥാനത്തിലേക്ക്, മധുബൻ പാവന ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ദിൽ കാ ആരാം സ്ഥൂല ആരാം ഭി ദിലാ ദേത്ത. ഹൃദയത്തിൻ്റെ വിശ്രമം സ്ഥൂലമായിരിക്കുന്ന വിശ്രമത്തെയും നൽകുന്നു. ഹൃദയത്തിൻ്റെ വിശ്രമം സ്ഥൂലമായിരിക്കുന്ന വിശ്രമത്തെ നൽകുന്നു, നമുക്ക് സ്വസ്ഥതയുണ്ടാകുന്നതാണ്. दिल का आराम नहीं तो आराम के साधन होते हुए भी बेआराम होते. ഹൃദയത്തിൻ്റെ വിശ്രമം ഇല്ല എങ്കിൽ, ഹൃദയം മനസ്സ് സ്വസ്ഥമല്ല എങ്കിൽ, സ്ഥൂലമായിരിക്കുന്ന വിശ്രമത്തിൻ്റെ സാധനങ്ങൾ ധാരാളമുണ്ട്. AC മുതൽ അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട്. എങ്കിലോ ബാബ പറയുന്നു വിശ്രമം ഇല്ലാത്ത തരത്തിലാണ് വാടിയ അവസ്ഥ. ദിൽ കാ ആരാം ഹേ അർത്ഥാത് ദിൽ മേ സദാ രാം സാത്ത് മേ. ഹൃദയത്തിൻ്റെ വിശ്രമം ഉണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഹൃദയത്തിൽ സദാ രാമൻ കൂടെ ഉണ്ടായിരിക്കും. ഹൃദയ രാമൻ, ഈശ്വരൻ സദാ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഹൃദയത്തിൻ്റെ വിശ്രമം. इसलिए कोई भी परिस्थिति में आराम अनुभव करते हो. നിങ്ങളുടെ ഹൃദയത്തിൽ രാമൻ കൂടെ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം യാതൊരു പരിതസ്ഥിതിയിലായിക്കോട്ടെ വിശ്രമത്തിൻ്റെ അനുഭവം നിങ്ങൾ ചെയ്യും. ആരാം ഹൈന कि आना जाना बेआराम
ലഗ്ത മക്കളോട് ബാബ അന്വേഷിക്കുകയാണ്, എല്ലാവർക്കും വിശ്രമമല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, പോകാനോ വരാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? फिर भी मीठे ड्रामा की भावी समझो മേലാ തോ മനാരെ. എങ്കിലും അതിമധുരമായിരിക്കുന്ന ഡ്രാമയുടെ ഭാവി എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശിവമിലനം, ശിവസംഗമം വളരെ സുന്ദരമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ബാപ്പ് സെ മിൽന, പരിവാർ സെ മിൽന, യേ മേല മനാനെ കി ബി മീഠി ഭാവി. അപ്പം മധുബനിലേക്ക് പോയി കഴിഞ്ഞാൽ ബാബയോട് കൂടി കാഴ്ച നടത്തുക, അപ്പം അതുപോലെ തന്നെ ദൈവീ പരിവാരത്തിനോട് മിലനം ചെയ്യുക. ഈ മിലന ആഘോഷത്തിൻ്റെ ഇതെല്ലാം മിലനം ആഘോഷത്തിൻ്റെ അതിമധുരമായിരിക്കുന്ന ഭാവി എന്ന് പറഞ്ഞിരുന്നാൽ തെറ്റല്ല. അച്ഛ, സർവശക്തിശാലി ശ്രേഷ്ഠ ആത്മാവുക്കോ, നല്ലത് സർവശക്തിശാലിയരായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്. हर शक्ति को समय पर कार्य में लाने वाले सर्व तीव्र पुरुषार्थी बच्चों को, എല്ലാ ശക്തികളെയും സമയത്തിൽ കാര്യത്തിൽ വിനിയോഗിക്കുന്ന അഥവാ ഉപയോഗിക്കുന്ന സർവ തീവ്ര പുരുഷാർത്ഥി കുട്ടികൾക്ക്. सदा स्वपरिवर्तन द्वारा सेवा में दिल पसंद सफलता पाने वाले दिल खुश बच्चों को, സദാ സ്വപരിവർത്തനത്തിലൂടെ സേവയിൽ ദിൽ പസന്ദ് സഫലത പ്രാപ്തമാക്കുന്ന ഹൃദയസന്തുഷ്ടരായ കുട്ടികൾക്ക്. ഹൃദയം അഥവാ മനസ്സ് സന്തുഷ്ടരായ കുട്ടികൾക്ക് സ്വപരിവർത്തനത്തിലൂടെ സേവനത്തിൽ ഹൃദയ സംതൃപ്തിയുള്ള സഫലതയെ പ്രാപ്തമാക്കുന്ന മനസ്സന്തുഷ്ടരായ മക്കൾക്ക് സദാ ദിലാറാം ബാപ്പ് के आगे सच्ची दिल से स्पष्ट रहने वाले सफलता स्वरूप श्रेष्ठ आत्माओं को दिलाराम बाप दादा का दिल से याद प्यार और नमस्ते. സദാ ദിലാറാം ബാബയുടെ മുന്നിൽ സത്യഹൃദയത്തിൽ നിന്നു സ്പഷ്ടരായിരിക്കുന്ന സഫലതാ സ്വരൂപരായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ദിലാറാം ബാപ്ദാദയുടെ ഹൃദയത്തിൻ്റെ സ്നേഹസ്മരണകളും നമസ്കാരവും സ്വീകരിച്ചാലും. വിധായി के समय മുഖ്യ ഭായി ബഹനോं के साथ, ബാപ്പ് ദാദ വിട പറയുന്ന സമയത്തിൽ പ്രധാനപ്പെട്ട മഹാരഥി സഹോദരി സഹോദരന്മാരോടൊപ്പം ചില കാര്യങ്ങളെ ഉച്ചരിച്ചിരിക്കും. ബാപ്പ് ദാദ സഭി ബच्चों को समान बनाने की शुभ भावना से उड़ाने चाहते. ബാപ്പ് ദാദ സർവ മക്കളെയും സമാനമാക്കി മാറ്റുന്ന ശുഭഭാവനയിലൂടെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് പറപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിമിത്ത് ബനെ ഹുയെ സേവാധാരി ബാപ്പ് സമാൻ ബന്നെ ഹി ഹെ. നിമിത്തരായിരിക്കുന്ന സേവാധാരികൾ ബാബയ്ക്ക് സമാനം ആവന്നെ വേണം. കൈസെ ബി ബാപ്പ് കോ ബനാന ഹി ഹെ. അപ്പോൾ എന്തായിരുന്നാലും ശരി, എങ്ങനെയായിരുന്നാലും ശരി, ബാബയ്ക്ക് തനിക്ക് സമാനമാക്കി മാറ്റുവന്നെ വേണം. ക്യൂങ്കി ഐസെ വൈസേക്കോ തോ സാത്ത് ലേ നഹി ജാ സക്കേങ്കെ ന. എന്തുകൊണ്ടെന്നാൽ ഈ തരത്തിൽ കുറവും കുറ്റങ്ങളുള്ള വീക്കായിരിക്കുന്ന ആത്മാക്കളെ കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ലല്ലോ. ബാപ്പ് കാ ബി തോ ഷാൻ ഹേ ന. ബാബയ്ക്ക് ഒരു അഭിമാനമില്ലേ?
അപ്പോൾ തനിക്ക് സമാനമാകുന്ന കുട്ടികൾ എങ്ങനെ ഉണ്ടാവണമെന്ന്. ബാപ്പ് സമ്പന്ന ഹോ അവർ സാത്തി ലങ്കട ലൂന ഹോ തോ സജേഗ നഹി. ബാബ സമ്പന്നനാണ്, അതിസുന്ദരനാണ്, കൂടെയുള്ള കൂട്ടുകാരൻ വികലാംഗരായിരിക്കുന്നു. ഇപ്പോൾ മനസ്സ് ശുദ്ധിയല്ല, അപ്പോൾ ഏതെല്ലോ തരത്തിൽ കണ്ണിൻ്റെ കൈയോ അഥവാ കാലോ അഥവാ ഏതെങ്കിലും ഒരു തരത്തിൽ വികലാംഗരാണെങ്കിൽ എങ്ങനെയാണ് അത് സുന്ദരമായി കാണുക? ലൂലെ ലങ്കടെ ബാരാത്തി ഹോങ്കെ സാത്തി നഹി. ഇപ്പോൾ വികലാംഗരായിരിക്കുന്നവർ വിവാഹ പാർട്ടിയിൽ ഉള്ളവരാണ്, അവർ കൂട്ടുകാരാകാൻ പറ്റില്ല. इसलिए शिव की बारात सदा लूली लंगड़ी दिखाई गई, क्योंकि कुछ कमज़ोर आत्माएं धर्मराजपुरी में पास होते लायक बने. ഇതിനാൽ ശിവൻ്റെ വിവാഹ പാർട്ടിയിൽ സദാ ഈ എല്ലാ തരത്തിൽ വികലാംഗർ അഥവാ ഏതോ അംഗവൈകല്യമുള്ളവരെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഏതോ തരത്തിലുള്ള ബലഹീനത ആത്മാക്കളിൽ ഉണ്ടായിരിക്കുന്നു. ബലഹീനരായ ആത്മാക്കൾ ധർമ്മരാജപുരിയിൽ പാസ്സാകുന്നു, അതുപോലെ തന്നെ ശിക്ഷ അനുഭവിച്ച് യോഗ്യരായി മാറും. അംഗവൈകല്യരുള്ളവരെല്ലാവരും ധർമ്മരാജപുരിയിൽ അവിടെ പോയിട്ട് അവരുടെ കുറവ് കുറ്റങ്ങളെല്ലാം ശരിയാക്കിയിട്ട് പിന്നീട് യോഗ്യരായി പോകും. പക്ഷേ കൂടെ പോകുന്ന ആത്മാക്കൾ ബാബയ്ക്ക് സമാനരാവുന്ന വേണം. ഇതാണ് ബാബ ഉദ്ദേശിക്കുന്നത്. वरदान सेवा की स्टेज पर समाने की शक्ति द्वारा सफलता मूर्त बनने वाले മാസ്റ്റർ സാഗർ ഭവ. സേവനത്തിൻ്റെ സ്റ്റേജിൽ ഉൾക്കൊള്ളുന്ന ശക്തിയിലൂടെ സഫലതാമൂർത്തികളാകുന്ന മാസ്റ്റർ സാഗരനായി ഭവിക്കും. സേവനത്തിൻ്റെ സ്റ്റേജിൽ ഉൾക്കൊള്ളുന്ന ശക്തിയിലൂടെ സഫലതാമൂർത്തികളാകുന്ന മാസ്റ്റർ സാഗരനായി ഭവിക്കും. विशदीकरण. जब सेवा की स्टेज पर आते हो तो अनेक प्रकार की बातें सामने आती. സേവാ ഫീൽഡിലേക്ക് പോകുമ്പോൾ അനേക പ്രകാരത്തിലുള്ള കാര്യങ്ങൾ മുന്നിൽ വരും. उन बातों को स्वयं में संभालो तो सफलता मुहूर्त बन जाए. ആ കാര്യങ്ങളെ സ്വയത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ സഫലതാമൂർത്തികളായി തീരും. समानार्थात संकल्प रूप में भी किसी की व्यक्त बातों और भाव का आंशिक रूप समाया हुआ ना. ഉൾക്കൊള്ളുക എന്ന് വെച്ചിരുന്നാൽ സങ്കല്പരൂപത്തിലും പോലും ഏതെങ്കിലും വ്യക്തിയുടെ കാര്യങ്ങളോ ಅಥವಾ വ്യക്തഭാവങ്ങളുടെ അംശവും പോലും സമാവേശമാകരുത്, ഇല്ലാതെ ഇരിക്കണം. अकल्याणकारी बोल कल्याण की भावना में ऐसे बदल दो जैसे अकल्याण का बात था ही नहीं. അമംഗളകാരിയായിരിക്കുന്ന ശബ്ദങ്ങളും മംഗളത്തിൻ്റെ ഭാവനയിൽ ഈ തരത്തിൽ പരിവർത്തനപ്പെടുത്തുക. അമംഗളത്തിൻ്റെ ശബ്ദം അഥവാ വാക്കുകൾ ഇല്ലയായിരുന്നു എന്നുള്ള തരത്തിൽ. അമംഗളകാരിയായിരിക്കുന്ന വാക്കുകൾ മംഗളത്തിൻ്റെ ഭാവനയിൽ ഇപ്രകാരം പരിവർത്തനപ്പെടുത്തു. അമംഗളത്തിൻ്റെ ശബ്ദം തീരെ ഇല്ലയായിരുന്നു. അമംഗളകാരിയായ ശബ്ദം വാക്കുകൾ ഇല്ലയായിരുന്നു. ഈ തരത്തിൽ ശുദ്ധഭാവത്തിലൂടെ മംഗളകാരിയായ ഭാവനയിലൂടെ മാറ്റിക്കളയൂ. अवगुण को गुण में, निंदा को स्तुति में बदल दो, तब कहेंगे മാസ്റ്റർ സാഗർ. അവഗുണങ്ങളെ ഗുണത്തിലും നിന്ദയെ സ്തുതിയിലും പരിവർത്തനപ്പെടുത്തും. അപ്പോഴാണ് മാസ്റ്റർ സാഗരരെന്നു അറിയപ്പെടുന്നത്. അവഗുണങ്ങളെ ഗുണത്തിലും
നിന്ദയെ സ്തുതിയിലും പരിവർത്തനപ്പെടുത്തും എങ്കിൽ മാസ്റ്റർ സാഗരരെന്നു അറിയപ്പെടുന്നു. स्लोगन: विस्तार को ना देख, सार को देखने अथवा स्वयं में समाने वाले ही तीव्र पुरुषार्थी है. വിസ്താരത്തെയെ നോക്കാതെ സാരത്തെ മാത്രം കാണുന്ന, അതായത് സ്വയത്തിൽ ഉൾക്കൊള്ളുന്നവർ തന്നെയാണ് തീവ്ര പുരുഷാർത്ഥികൾ. സവിസ്താരത്തെ കാണാതെ സാരത്തെ മാത്രം കാണുന്ന, അഥവാ അതായത് സ്വയത്തിൽ ഉൾക്കൊള്ളുന്നവർ തന്നെയാണ് തീവ്ര പുരുഷാർത്ഥികൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മഹാവാക്യം നാം എല്ലാവർക്കും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ബാബയുടെ ശിക്ഷണമാണ്. അപ്പോൾ എന്തായിരിക്കുന്നു? സ്വപരിവർത്തനത്തിൻ്റെ ആധാരം എന്തായിരിക്കുന്നു? തിരിച്ചറിയാനുള്ള ശക്തി, അഥവാ റിയലൈസേഷൻ പവറാണ് അനുഭൂതിയുടെ ശക്തി, സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ ഇതിലെ കൂടി മാത്രമാണ് നമുക്ക് മുഴുവൻ ലോകത്തിൽ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. സ്വയത്തിൻ്റെയും പരിവർത്തനം നിശ്ചയം വേണം, ഇല്ലേ? അപ്പം ഞങ്ങളുടെ മനസ്സ് അഥവാ മനോവൃത്തി, അതുപോലെ തന്നെ വൈബ്രേഷൻ, വാക്കുകൾ, ഇതിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. നിർമ്മാണം, നിസ്വാർത്ഥഭാവം, നിമിത്തഭാവം, ഇത് നമുക്ക് സദാ ഉണ്ടായിരിക്കണം. ഹൃദയേശ്വരനായ ശിവബാബയുടെ ആശീർവാദങ്ങളെ സദാ നാം പ്രാപ്തമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹൃദയം അഥവാ മനസ്സ് വിശ്രമത്തിൻ്റേതാക്കണം. അപ്പോൾ ശാരീരിക തരത്തിലും നമുക്ക് സ്വസ്ഥതയുടെ അനുഭവം ഉണ്ടാകും. ഉൾക്കൊള്ളാനുള്ള ശക്തി അതിപ്രധാനം. കൊണ്ട് നാം എല്ലാവരും ബാബയ്ക്ക് സമാനം ശ്രേഷ്ഠാത്മാക്കളാകണം. കാരണം ഭഗവാനോടൊപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കൂടെ പോകേണ്ടതാണ്, പിന്നിലല്ല. പിന്നിൽ പോകുന്നവർ വിവാഹ പാർട്ടിയിൽ പെടുന്നവരാണ്. നമുക്ക് ഒരുമിച്ച് പോകുന്നതിൻ്റെ കാരണം ബാബയുടെ സമാനം അലങ്കാരമൂർത്തികളാവണം. മനസ്സിലായില്ലേ? അച്ഛാ, ഓം ശാന്തി. അറിയുന്നു ഞാൻ നിൻ സ്നേഹപ്രവാഹം, തെളിയുന്നു മനസ്സിൽ ശിവജ്യോതിരൂപം. അറിയുന്നു ഞാൻ നിൻ സ്നേഹപ്രവാഹം, തെളിയുന്നു മനസ്സിൽ ശിവജ്യോതിരൂപം. ബാബാ, എൻ ബാബാ, നിൻ സ്മൃതിയേകുമൊരനവദ്യ സ്നേഹാമൃതം, സ്മൃതിയേകുമൊരനവദ്യ സ്നേഹാമൃതം. പാരാകെ തേടിയൻ മാനസം മായാമധുരിമയോലും സ്നേഹത്തിനാ
പാരാകെ തേടിയൻ മാനസം മായാമധുരിമയോലും സ്നേഹത്തിനായി കമനീയ താരകേ നീ പകർന്നിടും കനിവാർന്ന സ്നേഹം മധുരാമൃതം കനിവാർന്ന സ്നേഹം മധുരാമൃതം സ്നേഹസംഗീതമാം നിൻ വാഗ്ധാര ആത്മഹർഷം ഏകും മാണിക്യമുത്തുകൾ സ്നേഹസംഗീതമാം നിൻ വാഗ്ധാര ആത്മഹർഷം ഏകും മാണിക്യമുത്തുകൾ ദിവ്യം ഈ ജന്മം ആനന്ദഭരിതം ജന്മാന്തരങ്ങൾ തൻ സുകൃതാമൃതം ജന്മാന്തരങ്ങൾ തൻ സുകൃതാമൃതം അറിയുന്നു ഞാൻ നിൻ സ്നേഹപ്രവാഹം തെളിയുന്നു മനസ്സിൽ ശിവജ്യോതിരൂപം ബാബാ എൻ ബാബാ നിൻ സ്മൃതിയേകുമൊരനവദ്യ സ്നേഹാമൃതം സ്മൃതിയേകുമൊരനവദ്യ സ്നേഹാമൃതം